ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. ഇന്നത്തെ വീഡിയോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പുലാവും പനീർ കറിയുമാണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ചോറുണ്ടാക്കുന്നതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചീഞ്ചട്ടിയാണ്. അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു. അതിനുശേഷം ജീരകം പൊട്ടിയതിന് ശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ബസ്മതി റൈസാണിത്. ചെറുതാക്കി ഒന്ന് ഇളക്കിയെടുക്കണം. അതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻ്റെല്ലാം ഉണങ്ങി കിട്ടണം. ഒരു ചെറിയ ഫ്രൈ രൂപത്തിലായി കിട്ടും. വെള്ളമെല്ലാം പറ്റി കഴിഞ്ഞാൽ അരി അത് ഒന്നേലൊന്ന് തൊടാതെ കണ്ട് ഇരിക്കും. അങ്ങനെയാണ്. അപ്പം ഞാൻ ഇതോടൊപ്പം തന്നെ വെള്ളം ചൂടാക്കാൻ വെച്ചു. എത്രയാണ് അരി എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. വെള്ളം നന്നായി തിളച്ചു. അപ്പോൾ അരിയും നന്നായി അതിൻ്റെ വെള്ളമെല്ലാം പറ്റിക്കഴിഞ്ഞ് അരിയിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. നന്നായി ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഈ രീതിയിൽ ചോറുണ്ടാക്കി കഴിഞ്ഞാൽ ഷുഗർ പ്രോബ്ലം ഉള്ളവർക്ക് അവരുടെ ഷുഗർ ലെവൽ കൂടില്ല എന്നാണ് പറയപ്പെടുന്നത്. വെള്ളമെല്ലാം പറ്റിക്കഴിഞ്ഞു. ഇപ്പൊന്ന് ചേഞ്ച് ചെയ്യാം. ചോറെടുത്ത് അപ്പുറം ചെറിയ അടുപ്പിലേക്ക് വെക്കാം. എന്നതിന് ശേഷം നമുക്ക് ഇപ്പുറം പനീറിൻ്റെ കറി ഉണ്ടാക്കാം. പനീറിൻ്റെ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ 200 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. പനീറിൻ്റെ കറി ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യമായിട്ട് പനീർ ചെറിയ പീസാക്കി എടുക്കണം. അത് അല്പം എണ്ണ ഒഴിച്ചൊന്ന് വറുത്തെടുക്കണം. കളറ് മാറാതെ കണ്ട് വറുത്തെടുക്കണം. പനീറിൻ്റെ കളറ് ചെറിയതായിട്ട് മാറാൻ തുടങ്ങി. അപ്പോൾ ഇത് പാകമായി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തു. 2 കറുവപ്പട്ടയുടെ കഷ്ണം ഇട്ടു. 1 ഏലക്ക ഇട്ട് കൊടുത്തു. 3-4 ഗ്രാമ്പൂവും കൂടെ ചേർത്ത് കൊടുത്തു. എല്ലാം നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഇനി നമ്മൾ ഉള്ളി ചെറുതാക്കി അരിഞ്ഞു വെച്ചതാണ്. 2 ഇടത്തരം ചെറിയ ഉള്ളിയാണ് അരിഞ്ഞു വെച്ചത്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം ഒന്ന് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഉള്ളിയിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടും. അത് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി 7 വെളുത്തുള്ളി നന്നായി ചതച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ പൊടിയും 1/2 ടേബിൾ സ്പൂൺ ചുമന്ന മുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. എന്നതിന് ശേഷം ഇതിലേക്ക് 1 വലിയ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞു കൊടുക്കുക. അതോടൊപ്പം 2 ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അത് ചേർത്ത് കൊടുക്കുക. മൺചട്ടിയാണല്ലോ, അടി പിടിക്കാതിരിക്കാൻ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എല്ലാം ചേർത്ത് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. 5 മിനിറ്റ് കഴിയുമ്പം ഒന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. നോക്കാം എങ്ങനെയായിട്ടുണ്ട്. വെള്ളമെല്ലാം പറ്റി വരുന്നുണ്ട്. പകുതി ആയിട്ടുണ്ട്. അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഒന്നും കൂടെ ഇളക്കി യോജിപ്പതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്നും കൂടെ നമുക്ക് വഴറ്റിയെടുക്കാം. എന്നതിന് ശേഷം തുറന്ന് നോക്കി തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എടുത്ത് ഒന്ന് അരച്ചു കൊണ്ടുവരണം. അതിലേക്ക് അല്പം വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് 5-8 ബദാം പരിപ്പ് അരച്ചു കൊണ്ടുവന്നാണ്. അതും കൂടി ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ബദാം അരച്ച് ചേർത്താൽ മാത്രമേ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എല്ലാം നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പനീറിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുക. എല്ലാം ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ തൂകി കൊടുക്കുക. കറി റെഡിയായി. ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് കറി ഒന്ന് നന്നായി കുറുകി വരും. ചോറും റെഡിയായി, കറിയും റെഡിയായി. അപ്പോൾ ഇനി നമ്മൾക്ക് കഴിക്കാം. ഈ ചോറ് ഒന്നേലൊന്ന് തൊടാതെയാണ് ഇരിക്കുന്നത്. എനിക്ക് ഇങ്ങനെ കഴിക്കുന്നതാണ് വളരെ ഇഷ്ടം. കണ്ടില്ലേ, ഓരോന്നോരോന്ന് ഒന്നേലൊന്ന് തൊടാതെ കണ്ടാണ് ഈ ചോറ് ഇരിക്കുന്നത്. അപ്പം പുലാവ് ചോറും റെഡിയായി, പനീറിൻ്റെ കറിയും റെഡിയായി. ഇത് അല്പം പിക്കിളാണ്, പിന്നെ പപ്പടം വറുത്തതുകൊണ്ട് ഒരു തോരൻ കറിയുണ്ട്. അപ്പം നമുക്ക് കഴിക്കാം. എൻ്റെ ലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലേ? മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.